മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിൽ കൃത്രിമമെന്ന് പരാതി. എണ്ണിയപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ വോട്ടുകൾ എണ്ണിയപ്പോൾ 5 ലക്ഷത്തിലധികം വോട്ടുകൾ അധികം വന്നെന്ന് പരാതി. ദേശീയ മാധ്യമമായ ദ വയറാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വോട്ടിൽ കൃത്രിമം നടന്നതായി കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ എണ്ണത്തിൽ ചേർച്ചയില്ലായ്മയുണ്ടെന്ന വാർത്തയാണ് ദ വയർ റിപ്പോർട്ട് ചെയ്തത്. 6,40,88,195 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്. എന്നാൽ എണ്ണിയപ്പോൾ അത് 6,45,92,508 വോട്ടുകളായി. അതായത് 5,04,313 വോട്ടുകൾ അധികം. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 280 മണ്ഡലങ്ങളിലാവട്ടെ പോൾ ചെയ്തതിൽ അധികം വോട്ടുകളും. ഏറ്റവും വലിയ പൊരുത്തക്കേട് കണ്ടെത്തിയത് അഷ്ടി മണ്ഡലത്തിലും ഒസ്മാനാബാദ് മണ്ഡലത്തിലുമായിരുന്നു. അഷ്ടിയിൽ 4,538 വോട്ടുകൾ അധികം വന്നു. ഒസ്മാനാബാദിലാവട്ടെ 4,158 വോട്ടുകളായിരുന്നു അധികം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ സംബന്ധിച്ച പരാതികൾ ഉയർന്നിരുന്നു. പോളിംഗ് സ്റ്റേഷനുകൾ അനുസരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് അന്ന് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അന്ന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉയർത്തി സുപ്രീം കോടതി ഈ ആവശ്യം നിരസിച്ചിരുന്നു. വോട്ടുകളുടെ പോളിംഗ് സ്റ്റേഷനുകൾ അനുസരിച്ചുള്ള കണക്ക് രേഖപ്പെടുത്തുന്ന ഫോം 17C സ്ഥാനാർത്ഥികളുടെ ഏജന്റുകൾക്ക് നൽകാമെങ്കിലും പൊതുസമൂഹത്തിന് ലഭ്യമാക്കാനാവില്ലെന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചിരുന്നു. വിവര സുതാര്യതയുടെ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കണക്കുകളിലെ ഈ പൊരുത്തക്കേടിന്റെ കണക്കുകൾ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫലം വിശ്വസനീയമല്ലെന്നും ക്രമക്കേട് നടന്നുവെന്നുമുള്ള കോൺഗ്രസിന്റെ ആരോപണത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ കണ്ടെത്തലിന് പുതിയ മാനവും കൈവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.